ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ കൊച്ചിയിലെ ഇടപ്പള്ളിയിലുള്ള കുബാബ മന്തിയിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. മജ്ലിസ് സൗകര്യവും അതിവിശാലമായ ഡൈനിങ് സ്പേസുമാണ് കുബാബയിൽ ഒരുക്കിയിരിക്കുന്നത്. കുബാബയിലെ മന്തി കഴിക്കണമെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് തിരക്കാണ്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇവിടെ തിരക്ക് തന്നെയാണ്. ഞാനൊരു മന്തി ലവറൊന്നുമല്ല, പക്ഷേ കുബാബയിലെ അൽ ഫസ്ലുഫ് മന്തി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിവിടുത്തെ സ്പെഷ്യൽ മന്തി തന്നെയാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും ഈ മന്തിയുടെ ടേസ്റ്റ് എന്ന്. മന്തി മാത്രമല്ല, അൽഫാമും ബീഫ് റിബ്സും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. 2 നിലകളിലായിട്ടാണ് കുബാബയുടെ ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ സ്റ്റാഫുകളുടെ സർവീസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പേർഷ്യൻ സ്റ്റൈല് ഫുഡാണ് ഇവരിവിടെ സർവ് ചെയ്യുന്നത്. തിരക്കുള്ള സമയത്താണ് കുബാബയിലേക്ക് വരുന്നതെങ്കിൽ ബുക്കിലൊക്കെ പേരെഴുതി ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. സാധാരണ മന്തികളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തത ഈ കുബാബ മന്തിക്കുണ്ട്. അൺലിമിറ്റഡ് റൈസും ഇവർ നമുക്ക് തരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഇവരുടെ സ്പെഷ്യൽ മന്തി അൽ ഫസ്ലുഫ് മന്തി ടേബിളിലെത്തി. അതിൻ്റെ ഒപ്പം ടൊമാറ്റോ ചട്നിയും ചില്ലി ചട്നിയും മയണൈസും സാലഡും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ടൈമിലേക്ക് കിടക്കാം. കുറച്ച് മന്തി റൈസും ആ മസാലയിൽ പുരണ്ടിരിക്കുന്ന ഒരു ചിക്കൻ പീസും ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം ടൊമാറ്റോ ചട്നിയും അവരുടെ സ്പെഷ്യൽ ചട്നിയായ ചില്ലി ചട്നിയും പിന്നെ കുറച്ച് മയോണൈസും അതിൻ്റെ ഒപ്പം കുറച്ച് സാലഡും കൂടി ചേർത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. സാധാരണ മന്തികളിൽ നിന്നും തികച്ചും വ്യത്യസ്തം തന്നെ. ചിക്കനൊക്കെ അവരുടെ സ്പെഷ്യൽ മസാലയിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. നല്ലപോലെ വെന്ത സൂപ്പർ ചിക്കൻ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഇത്രയും നാൾ കഴിച്ച മന്തികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി കുബാബയിലെ മന്തി തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് കുബാബ മന്തിയിൽ ഇത്രയും തിരക്ക്. അങ്ങനെ അൽ ഫസ്ലുഫ് മന്തിയൊക്കെ കഴിച്ച് ഒരു ഗ്രേപ്പ് ലൈം കൂടി കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങളും കൊച്ചിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കുബാബയിൽ വരിക, ഇവിടുത്തെ രുചികൾ അറിയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.